എല്ലാവർക്കും നമസ്കാരം. കോടാലിയിൽ കാവുങ്ങൽ വീട്ടിൽ സിൽജോ ജോൺസി ദമ്പതികളുടെ മൂത്ത മകൻ അനോഷ് അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെ അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഇന്ന് ഹോസ്പിറ്റലിൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് വലിയ സന്തോഷമുളവാക്കുന്നതാണ്. കാരണം അനോഷിൻ്റെ ആരോഗ്യസ്ഥിതിയിൽ വലിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളിലും മറ്റും വലിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്ന സന്തോഷകരമായ വാർത്തയാണ് നിങ്ങളെ അറിയിക്കുന്നത്. മെഡിക്കൽ റിപ്പോർട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് മൾട്ടി ഡിസിപ്ലിനറി ടീം നടത്തിയ പുനർമൂല്യനിർണ്ണയത്തിൽ അനോഷ് കൂടുതൽ ജാഗ്രതയും ബോധമുള്ളതായി തോന്നുന്നു. ഇന്നലത്തെ അപേക്ഷിച്ച് അനോഷിൻ്റെ പേശികളുടെ ശക്തി മെച്ചപ്പെട്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് പ്രോക്സിമൽ പേശികളിൽ. കുറഞ്ഞ വെന്റിലേറ്റർ പിന്തുണയോടെ അനോഷ് സ്വയം ശ്വസിക്കുന്നു. മുഖഭാവങ്ങളിലൂടെയും ചുണ്ടുകളുടെ ചലനങ്ങളിലൂടെയും അമ്മയുമായും അച്ഛനുമായും സഹോദരിയുമായും ആശയവിനിമയം നടത്താൻ അനോഷിന് കഴിഞ്ഞു. ഇത് തലച്ചോറിൻ്റെ പ്രവർത്തനം തകരാറില്ലെന്ന് സൂചിപ്പിക്കുന്നു. ന്യൂറോമസ്കുലർ പക്ഷാഘാതത്തിൽ നിന്നുള്ള വീണ്ടെടുക്കൽ പ്രവചനാതീതമാണെങ്കിലും നിലവിലെ ലക്ഷണങ്ങൾ പ്രോത്സാഹനജനകവും നേരത്തെയുള്ള പുരോഗതിയെ സൂചിപ്പിക്കുന്നതുമാണ് എന്ന് വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാരുടെ മെഡിക്കൽ റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. ഈ കൊച്ചു പയ്യൻ്റെ 10 വയസ്സുകാരനായിട്ടുള്ള ഈ അനോഷിൻ്റെ ആരോഗ്യസ്ഥിതിയിൽ വരുന്ന മാറ്റങ്ങൾ അറിയാൻ ലക്ഷക്കണക്കിന് ആളുകളാണ് കാത്തിരിക്കുന്നത്. അത്രയേറെ ആ കുടുംബത്തിന് വന്ന ഈ ദുരന്തത്തിൽ വിറങ്ങലിച്ച് നിൽക്കുകയും ആ കുടുംബത്തെ ചേർത്ത് വയ്ക്കുകയും ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ നമ്മുടെ ഈ കേരളത്തിലുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഇളയ മകൻ അൽജോയുടെ മൃതസംസ്കാരം നടന്നത്. കണ്ണീർ കടലാവുകയായിരുന്നു കോടാലി ഗ്രാമം. നാട്ടുകാരും വീട്ടുകാരും ചേർന്ന് ആ അമ്മയുടെ നിലവിളി നമ്മൾ കാണാൻ സാധിച്ചു. തീർച്ചയായിട്ടും ആ മരണസംസ്കാര കർമ്മങ്ങൾ നടക്കുന്നതിന് തൊട്ട് മുൻപാണ് വീണ്ടും ഒരു പാമ്പിനെ കണ്ടത്. ഇതിനെ തുടർന്ന് ഫോറസ്റ്റ് ടീമും നാട്ടുകാരും ഒക്കെ ചേർന്ന് ആ പ്രദേശത്ത് തീയിടുകയും അതുപോലെ തന്നെ മണ്ണും മറ്റും ഇളക്കി അവിടെ പാമ്പിനെ കണ്ടെത്താനായിട്ടുള്ള മറ്റ് പരിശോധനകൾ നടത്തുകയും ഒക്കെ ചെയ്തു. അതീവ സുരക്ഷിതമായിട്ട് നമ്മൾ നമ്മുടെ വീടിൻ്റെ പരിസരവും പ്രദേശങ്ങളും നോക്കിക്കാണണം എന്നുള്ളതിൻ്റെ ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഈ നൽകുന്നത്. ഈ പാമ്പ് ഈ കുട്ടിയുടെ ഏത് ഭാഗത്താണ് കടിച്ചിട്ടുള്ളത് എന്നതിനെപ്പറ്റിയൊന്നും നമുക്കിപ്പോൾ അറിവായിട്ടില്ല. ഈ പാമ്പ് കുട്ടിയുടെ ബെഡിലേക്കാണോ വീണത്, എങ്ങനെയാണ് കുട്ടികൾക്ക് കടിയേറ്റത് എന്നതിനെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ഇപ്പോൾ ലഭിച്ചിട്ടില്ല. കാരണം ഇതിന് അടയാളങ്ങളോ മറ്റു കാര്യങ്ങളോ ഈ പാമ്പിന് ഉണ്ടാവില്ല. വെള്ളിക്കെട്ടൻ, ശംഖുവരയൻ, വളവളപ്പൻ എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ക്രൈറ്റ്സ് വിഭാഗത്തിൽപ്പെടുന്ന ഈ സംഭവം അത്ര ചെറുതല്ല. പാമ്പിൻ്റെ കുഞ്ഞുങ്ങളാണ് ഈ കുട്ടിയെ കടിച്ചിട്ടുള്ളത്. ഇതിൻ്റെ മറ്റു കുഞ്ഞുങ്ങളൊക്കെ ഈ പ്രദേശത്ത് തന്നെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നു. തീർച്ചയായിട്ടും ഫോറസ്റ്റ് സംവിധാനങ്ങൾ അതീവ ജാഗ്രതയോട് കൂടി തന്നെയാണ് ഇവിടെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ പ്രദേശത്ത് മികച്ച രീതിയിലുള്ള ഒരു കൗൺസിലിംഗ് നടത്താനും ടീം സജ്ജമാക്കിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായിരുന്നാലും കോടാലി കടമ്പോട്ട് കാവുങ്ങ വീട്ടിൽ സിൽജോ ജോൺസി ദമ്പതികളുടെ മൂത്ത മകൻ അനോഷിൻ്റെ ആരോഗ്യസ്ഥിതിയിൽ മാറ്റം വന്നിരിക്കുന്നു എന്നുള്ള വലിയ സന്തോഷകരമായ വാർത്തയാണ് നിങ്ങളെ അറിയിക്കുന്നത്. അനോഷ് ജീവിതത്തിലേക്ക് തിരിച്ചുവരും. ഒരുപക്ഷെ അനോഷിനുണ്ടായ സംഭവങ്ങൾ എന്താണെന്നുള്ളത് ഒരുപക്ഷെ നമ്മളോടൊക്കെ തുറന്നു പറയാനായിട്ട് അനോഷ് ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് തന്നെയാണ് പ്രാർത്ഥന. നന്ദി, നമസ്കാരം.